എൻ്റെ പേര് ടോം സി അഗസ്റ്റീൻ എന്നാണ്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരു 8 വർഷമായിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കുവാണ്. അപ്പം ഞങ്ങളൊരു റെനോവേഷനുള്ളൊരു പ്ലാൻ ഞങ്ങളൊരു 2 years ബാക്ക് ആണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫ്രണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ഡിസൈൻസിനെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ആക്റ്റീവ് ഡിസൈൻസിലെ പ്രിൻസിയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും അവർ എൻ്റെ പ്രോജക്റ്റ് ടേക്ക് കെയർ ചെയ്യുന്നതും. ഞങ്ങളോട് ഇത്ര വർഷമായിട്ടിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എന്തൊക്കെ വേണം എന്നുള്ളൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഇതായിട്ട് ആക്റ്റീവ് ഡിസൈൻസ് നമുക്ക് ചെയ്തു തന്നു. ഞങ്ങളുടെ ഒരു പഴയ ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഞങ്ങളുടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ പഴയ ആ ലുക്കിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ റീറ്റെയിൻ ചെയ്തെങ്കിലും ഞങ്ങളുടെ ആ ഫർണിച്ചേഴ്സോ ഇതോ ഒന്നും മാറ്റാതെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു തീമിലേക്ക് തന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റി. ആക്റ്റീവ് ഡിസൈൻസിലെ സേവിയർ പല കാര്യങ്ങളിലും ഇടപെടുകയും പ്രോആക്റ്റീവായിട്ട് പുള്ളി പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെയുള്ള ഡിസൈനിലും ഉള്ള ഡിഫക്ട്സും ഒക്കെ പുള്ളി ഇങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തു വന്നു. ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സേവിയർ തന്ന ഒരു ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, വളരെ നല്ലതായിരുന്നു എന്നുള്ളത്. എൻ്റെ പേര് അനു. ഞാനൊരു കമ്പനി സെക്രട്ടറിയാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കിച്ചണാണ്. കിച്ചണിൽ എനിക്ക് ആദ്യം സ്പേസ് കുറവായിരുന്നു, ഒരു കൗണ്ടറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഡോറ് ഷിഫ്റ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ കൗണ്ടറും കൂടെ സൈഡിലാക്കി അവിടെ മാക്സിമം സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. അത് തന്നെ എനിക്കിപ്പോൾ നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒന്നും പുറത്ത് കിടക്കാത്ത പോലെ എല്ലാം നല്ല അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിവിടെ ഈ ഫ്ലാറ്റിൽ ബേസിക്കലി നമുക്ക് സ്കൈലൈൻ തരുമ്പോൾ ഇതിൻ്റെ അകത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള കബോർഡ്സ് ഒന്നും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ വെയിറ്റ് വെക്കാൻ പറ്റില്ല. മോൻ്റെ സ്റ്റഡി യൂണിറ്റ് ഫോർ എക്സാമ്പിൾ, അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഒരു ബുക്സ് നന്നായിട്ട് അടുക്കി വെക്കാൻ പറ്റണം. പക്ഷേ ഈ ബുക്സ് നന്നായിട്ട് വാൾ മൗണ്ടഡ് കബോർഡ്സിലേക്ക് വരുമ്പം അതിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഈ വാളിൻ്റെ പ്ലാസ്റ്ററിങ്ങിനൊന്നും പറ്റില്ല. ഈ വാൾ മൗണ്ടിലിങ്ങിലേക്ക് മാത്രം ഈ വെയിറ്റ് പോകാത്ത രീതിയിൽ ഞങ്ങൾ ഒരു എക്സ്ട്രാ സപ്പോർട്ട്സ് ഒക്കെ കൊടുത്തിട്ടാണ് ആ സ്റ്റഡി യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ അയണിങ് ടേബിൾ ഞങ്ങളുടെ അവിടെ ഒരു സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സ്റ്റോറേജ് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം ഇല്ല. അപ്പം ഞങ്ങൾ ഈ സ്റ്റോറേജും അയണിങ് ടേബിളും കൂടെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ കൊണ്ടുവന്നു. അതായത് അവിടെ ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു വലിയ സ്റ്റോറേജ് ആയിട്ട് ഞങ്ങൾ ചെയ്തു. പലരും ഒരു ബാർ യൂണിറ്റ് ഫ്ലാറ്റിൽ സെറ്റ് ചെയ്യും. അപ്പം ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലിക്വറൊക്കെ അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അതിന് എനിക്കൊരു പ്രോപ്പർ ഐഡിയ ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടി. ഞങ്ങൾക്കത് ഒരു പുൾ ഔട്ടായിട്ട് വേണം, വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ബാർ യൂണിറ്റായിട്ട് അതിൻ്റെ അങ്ങേപ്പുറത്ത് തന്നെ അതിൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് തന്നെ വേറൊരു ഗ്ലാസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് വേറൊരു ഡോറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തും തന്നു. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും കാണത്തില്ല, പക്ഷേ അകത്തോട്ടൊരു പുൾ ഔട്ടായിട്ട് ഒരു ബാർ യൂണിറ്റ് എനിക്ക് ഉണ്ട്. അത് വളരെ നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ വളരെ ഓൺ ടൈമിൽ തന്നെ വർക്ക് തീർക്കാനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറി താമസിക്കാനുമായിട്ട് ഞങ്ങൾക്കുള്ള സാധിച്ചു. അത് ഞങ്ങൾ വളരെയധികം താങ്ക്ഫുൾ ടു ആക്റ്റീവ് ഡിസൈൻസ്.